സംസ്ഥാനത്ത് ഇന്ന് 4 പനിമരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്നലെ 13,511 പേർ പനി ബാധിച്ച് ചികിത്സ തേടി. 99 പേർക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചു. പകർച്ചവ്യാധി നിയന്ത്രണത്തിന് റാപ്പിഡ് റെസ്പോൺസ് ടീം രൂപീകരിച്ചു. AK സ്റ്റെഫിൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സ്റ്റെഫിൻ, പനിയുമായി ബന്ധപ്പെട്ട ആശങ്കപ്പെടുത്തുന്ന കണക്കുകളാണല്ലോ ഈ കേൾക്കുന്നത്. എങ്ങനെയാണ് ഈ ഓരോ ടീമൊക്കെ, റാപ്പിഡ് റെസ്പോൺസ് ടീമൊക്കെ രൂപീകരിച്ചിട്ടുണ്ടോ എന്ന് അറിയുന്നു? എങ്ങനെയാണ് നടപടികൾ മുന്നോട്ട് പോകുന്നത്? ഈ തിരുവനന്തപുരത്തെ കോളറ, അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ കൂടി ഏറ്റവും പുതിയതായി ലഭിക്കുന്നത് എന്താണ്? പൂജ, അതീവ ആശങ്കയിൽ തന്നെയാണ് നമ്മുടെ സംസ്ഥാനമുള്ളത്. കാരണം പനിച്ചു വിറയ്ക്കുകയാണ്. ഒരു മാസത്തിനിടെ ഏതാണ്ട് 3 ലക്ഷത്തോളം പേരാണ് ഇത്തരത്തിൽ പനി ബാധിച്ച് വിവിധ പകർച്ചപ്പനികൾ പിടിപെട്ടുകൊണ്ട് ആശുപത്രിയിൽ ചികിത്സ തേടിയത്. അത് തീർച്ചയായും ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യം തന്നെയാണ്. ഇങ്ങനെ പനി വ്യാപിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് പ്രത്യേകമായി ഒരു റാപ്പിഡ് റെസ്പോൺസ് ടീമിന് തന്നെ രൂപം നൽകിയിരിക്കുന്നത്. അതിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് അത് മുന്നോട്ട് പോകുന്നു. ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് മഴക്കാലം ആയതോടുകൂടി തന്നെ എലിപ്പനി കൂടുതലായി വ്യാപിക്കുന്നു. അതോടൊപ്പം തന്നെ മരണനിരക്ക് നോക്കിക്കഴിഞ്ഞാലും കൂടുതലായി എലിപ്പനി പിടിപെട്ട് മരിക്കുന്നവരുടെ എണ്ണവും കൂടുതലാണ്. അതോടൊപ്പം തന്നെ ഡെങ്കിപ്പനിയും വലിയ തോതിൽ തന്നെ വ്യാപിക്കുന്നു. കഴിഞ്ഞ ദിവസത്തെ കണക്ക് മാത്രം നോക്കിക്കഴിഞ്ഞാൽ 99 പേർക്കാണ് ഇന്നലെ ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചത്. 245 പേർക്ക് രോഗം സംശയിക്കുന്നു. എലിപ്പനി സ്ഥിരീകരിച്ചത് 7 പേർക്കാണ്. അങ്ങനെ DMOയുടെ നേതൃത്വത്തിൽ ഒരു 15 അംഗ സംഘത്തെ നിയോഗിച്ചുകൊണ്ടുള്ള ഒരു പ്രത്യേകമായ രീതിയിൽ ഈ പകർച്ചപ്പനി പ്രതിരോധത്തിനാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് ലക്ഷ്യമിടുന്നത്. അതോടൊപ്പം തന്നെ ഇന്നലെ ഒടുവിൽ വന്ന കണക്കനുസരിച്ച് പനി മരണത്തിൽ 1 വെസ്റ്റ് നൈൽ മൂലം ആണ് എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അത് കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശിക്കാണെന്നുള്ള സ്ഥിരീകരണത്തിലേക്ക് വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 2017 ശേഷം സംസ്ഥാനത്ത് കോളറ ബാധിച്ച് ഒരു മരണം ഉണ്ടായിട്ടില്ല. അതും ആശങ്കപ്പെടുത്തുന്നതാണ്. കാരണം തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ ഒരു ചാരിറ്റബിൾ കേന്ദ്രത്തിൽ ഈ പല ഭിന്നശേഷിക്കാരായിട്ടുള്ള വിദ്യാർത്ഥികളും പ്രായമുള്ളവരും ഒക്കെ താമസിക്കുന്ന ഒരു സ്ഥാപനത്തിൽ കോളറ ബാധ സ്ഥിരീകരിക്കുന്നു. അതിൽ ഒരു മരണം കോളറ മൂലമാണ് എന്ന ഒരു സ്ഥിരീകരണം വരികയാണ്. അതോടൊപ്പം തന്നെ മറ്റ് 16 പേർ, ആ സ്ഥലത്തുണ്ടായിരുന്ന 16 പേരും ഇപ്പോൾ ഐസൊലേഷനിലാണ്. അവരുടെ പരിശോധനാ ഫലങ്ങൾ വന്നാൽ മാത്രമേ ഈ കോളറയാണോ അവരുടെ അസുഖം എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടാവുകയുള്ളൂ.